നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 423rd day. Today 6th chapter 23rd ശ്ലോക. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 423 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദദാതനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വക്ത്രാക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാക്പ്രതാപ്തയേ അരുണോദയേ സോ നിർവൃത്യ ശൗചം സ്നാനം സമാചരേത്. ഓം തത്സത്. വക്ത്രാക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാക്പ്രതാപ്തയേ അരുണോദയേ സോ നിർവൃത്യ ശൗചം സ്നാനം സമാചരേത്. ശ്രീമദ് മഹാഭാഗവത കഥ വായിക്കുന്ന ആൾ, അതായത് ആചാര്യനായിട്ട് നിൽക്കുന്ന ആൾ, വ്രതം ആരംഭിക്കുന്നതിന് തലേനാൾ, അതായത് സപ്താഹയജ്ഞം ആരംഭിക്കുന്നത്, സപ്താഹയജ്ഞത്തെ ഒരു വ്രതമായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ വ്രതം ആരംഭിക്കുന്നതിന് തലേനാൾ തന്നെ അദ്ദേഹം വ്രതദീക്ഷാർത്ഥം ക്ഷൗരം കഴിപ്പിക്കുക. ക്ഷൗരം എന്നാൽ മുടിയൊക്കെ ഷേവ് ചെയ്ത് എല്ലാം വൃത്തിയായിട്ട് നിൽക്കണം. ഏതൊരു വ്രതം ആരംഭിക്കുന്നതിന് മുന്നേ ക്ഷൗരം ചെയ്ത്, അത് എന്തെന്നാൽ പിന്നീട് വ്രതം ആരംഭിച്ചതിന് ശേഷം തലമുടി, നഖങ്ങൾ ഇതൊന്നും മുറിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മുഖമൊക്കെ വൃത്തിയാക്കി മുടിയൊക്കെ മുറിച്ച് തലേനാൾ തന്നെ അതിനെല്ലാമുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. പിന്നീട് എല്ലാ ദിവസവും അതിരാവിലെ തന്നെ പ്രാതകാലത്തിൽ തന്നെ എഴുന്നേറ്റ് ശുദ്ധികർമ്മങ്ങളൊക്കെ ചെയ്ത് മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്ത് തൻ്റെ ശരീരം ശുദ്ധിയാക്കി അതിനുശേഷം കുളിച്ച് ശുദ്ധനാകണം. സ്നാനം കഴിച്ച് ശുദ്ധനായിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത്. ശ്രീമദ് മഹാഭാഗവത കഥ സാധാരണ മാതിരി ഇങ്ങനെ എപ്പോഴും ഇരുന്ന് എവിടെ നിന്നും അങ്ങനെ പറയുന്നതല്ല. അത് ചെയ്യുന്ന ആളും കേൾക്കുന്ന ആൾക്കും ഒക്കെ എപ്രകാരം ശുചിയുണ്ടാകണം, അവരെങ്ങനെയുള്ളവരായിരിക്കണം, അങ്ങനെയുള്ള സ്ഥലമായിരിക്കണം, അതിന് സ്വീകരിക്കേണ്ടത്, എങ്ങനെ പന്തൽ അലങ്കരിക്കണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ആ കഥ പാരായണം ചെയ്യുന്ന ആൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പോൾ പറയാൻ ആരംഭിച്ചിരിക്കുന്നത്. അയാൾ അതിരാവിലെ തലേന്ന് തന്നെ ക്ഷൗരമൊക്കെ ചെയ്ത് ശുദ്ധമാകണം, ശരീരം വൃത്തിയാക്കണം. പിന്നീട് അതിരാവിലെ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് പ്രാതകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് കുളിച്ച് ശുദ്ധനാകണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വക്ത്രം എന്നാൽ മുഖം, ക്ഷൗരം നമ്മൾ പറയുന്ന ക്ഷൗരം തന്നെ ഷേവ് ചെയ്യുന്നത്. പിന്നീട് രാവിലെ അരുണോദയം, അതിരാവിലെ എഴുന്നേറ്റ് ശൗചവും സ്നാനവുമൊക്കെ, ശുദ്ധികർമ്മങ്ങളും കുളിയുമൊക്കെ ചെയ്യണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. വക്ത്രാക്ഷൗരം പ്രകർത്തവ്യം ദിനാദർവാക്പ്രതാപ്തയേ അരുണോദയേ സോ നിർവൃത്യ ശൗചം സ്നാനം സമാചരേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.